ഈ ജാതകക്കാരി വിചാരിച്ച നിങ്ങളുടെ തറവാടിനി ഒരു പ്രശ്നവും വരില്ല. ജോത്സ്യൻ ആ ജാതകം മുത്തശ്ശിയുടെ നേരെ നീട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. മുത്തശ്ശി അത് ആരുടെയാണെന്ന് നോക്കിയിട്ട് അപ്പച്ചിയുടെ നേരെ തിരിഞ്ഞു. നിന്റെ ജാതകമാണിത് എന്ന് വെച്ച പണിക്കര് പറഞ്ഞതുപോലെ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് നിന്റെ കടമയാണ്. എന്തു പറയുന്നു നീ? എനിക്ക് 100 വട്ടം സമ്മതം. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഒരു നിൽപ്പ. എൻ്റെ മഹാദേവ, ഈ അപ്പച്ചിക്ക് എന്തു പറ്റി? എടാ ആദി, ഈ തള്ള പണിക്കര് നേരത്തെ പറഞ്ഞ കാര്യമൊന്നും കേൾക്കാഞ്ഞത് നന്നായി. ഞാൻ ചുണ്ട് കടിച്ചു പിടിച്ച ചിരി എങ്ങനെയൊക്കെയോ അടക്കി പിടിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ തയ്യാറായിക്കോ. ഗ്രാൻഡ്മ അദ്ദേഹത്തോട് ശരിയെന്ന് പറഞ്ഞതും അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി. അയാൾ ശരിക്കും ഞങ്ങളെ കണ്ട് പേടിച്ചോടിയതാണെന്ന് എനിക്കും അശ്വിനും മാത്രമേ അറിയൂ. ഞാനും അശ്വിനും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പച്ചി ശരിക്കും നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ സമ്മതമെന്ന് പറഞ്ഞത്? ഡി മണ്ടൂസേ, അതിന് ദേവിയെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടെന്ന കാര്യം അപ്പച്ചിക്ക് അറിയില്ലല്ലോ. ആ കാര്യം പറയുമ്പോൾ അപ്പച്ചി അവിടെ ഇല്ലായിരുന്നല്ലോ. ഓ, അത് ശരി. ഡി ചിത്തു, നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഞാനും അമ്മയുടെ കാര്യമൊക്കെ ആലോചിക്കുമായിരുന്നു. നാളെ അമ്മ കയ്യിൽ കർപ്പൂരം കത്തിച്ച് നിൽക്കുന്ന ആ സീന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ചിത്തു ചേച്ചി അങ്ങനെ പറഞ്ഞതും അവരെല്ലാം നാളെ നടക്കാൻ പോകുന്നതൊക്കെ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ വേഗം 4 എണ്ണത്തിൻ്റെ തലയിൽ 4 കൊട്ടുവീതം കൊടുത്തു. 4 അപ്പോൾ തന്നെ സ്വപ്നലോകത്തു നിന്നും റിയാലിറ്റിയിലേക്ക് കടന്നു വന്നു. ശ്രേയ ചേച്ചി തലയിൽ തടവിക്കൊണ്ട്, അല്ലെങ്കിലും കാണാൻ പോകുന്ന പൂര നാളെ നേരിട്ടറിയുന്നതിനേക്കാൾ രസം വേറെന്താ ഉള്ളത്? ഓ, അതൊക്കെ എനിക്കും അറിയാം. ശ്രേയ ചേച്ചിയെ ഒന്നാനും പുച്ഛിച്ച് പറഞ്ഞതും ചേച്ചി ബെഡിൽ കിടന്ന തലയണെടുത്ത് ഒരു എയറ് കൊടുത്തു. അവൾ തിരിച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറായി. ഇടയ്ക്കെനിക്കും കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും കൂടി. എന്തിനേറെ പറയുന്നു, എൻ്റെ മടിയിൽ കളിച്ചുകൊണ്ടിരുന്ന പൂമ്പാറ്റ വരെ അവരുടെ അടിയിൽ ഉൾപ്പെട്ടു. ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ആരതി ഒഴിയാം. എല്ലാവരും അയാൾ പറഞ്ഞത് ശരിവെച്ച് ദേവിയുടെ നേരെ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വാവയ്ക്ക് കാല് വയ്യാത്തതിനാൽ പപ്പയുടെയും അമ്മയുടെയും കൂടെ നിർത്തി. വാവയില്ലാത്തതിനാൽ പൂമ്പാറ്റയും വരുന്നില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് ശ്രേയയുടെ കൂടെ നിന്നു. രാവിലെ ആയതും ആഷത്തള്ള ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ദേവിയെ പ്രീതിപ്പെടുത്താൻ അവരാണ് ആരതി ഒഴിഞ്ഞു കുടുംബത്തിലെ പ്രശ്നമെല്ലാം അകറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇപ്പം നടക്കാൻ പോകുന്ന ഇവരുടെ കൊലവിളി കാണാൻ. ശരിക്കും നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആ മന്ദബുദ്ധി അറിയുന്നില്ല എന്ന് മാത്രം. എന്നാ പിന്നെ തുടങ്ങിക്കോളൂ. അവരുടെ കൈകൾ നീട്ടാൻ പറഞ്ഞു ഇരുകൈയിലും കർപ്പൂരം വെച്ച് അത് കത്തിക്കാൻ പോയതും അവർ പെട്ടെന്ന് തന്നെ കൈമാറ്റി. ആഷേ, നീ എന്തേ കാണിച്ചേ? അതമ്മേ, അമ്മ ഈ പണിക്കരി ചെയ്യുന്ന കണ്ടില്ലേ? ഞാനിപ്പോൾ കൈമാറ്റില്ലായിരുന്നെങ്കിൽ ഇയാളെൻ്റെ കയ്യിൽ കത്തിച്ചേനെ. ജോത്സ്യനെ കണ്ണുരുട്ടിക്കൊണ്ടാണ് അവൻ ഗ്രാമയോട് പറഞ്ഞത്. നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ ഇതിന് സമ്മതിച്ചേ? എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ ദേവിയുടെ നേരെ ആരതി ഒഴിയാൻ നോക്ക്. അമ്മേ, സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവിയെ പ്രീതിപ്പെടുത്തണം, അതിനുവേണ്ടി ആരതി ഒഴിയണമെന്നല്ലേ പറഞ്ഞത്? അതിന് കയ്യിൽ കർപ്പൂരം കത്തിച്ച് ചെയ്യണമെന്നും പറഞ്ഞില്ലല്ലോ. ആഷേ, ഇന്നലെ തന്നെ പണിക്കരെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും ജാതകം നോക്കി അതിൽ നിന്ന് ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ആളുടെ പേര് പറഞ്ഞത്. നീയാണെങ്കിൽ അപ്പോൾ തന്നെ സമ്മതിച്ചതുമല്ലേ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ സമ്മതിച്ചത്? നാട്ടുകാരുടെ ഇടയിലും അതൊരു സംസാര വിഷയമായി മാറി. ഗ്രാൻഡ്മ ഇപ്പോൾ എല്ലാം കണ്ടും കേട്ടും ദേഷ്യത്തിൽ തന്നെയാണ്. ആഷത്തള്ള എന്തു ചെയ്യണമെന്നറിയാതെ തലകുനിച്ച് നിൽക്കാണ്. അവരിടയ്ക്കിടയ്ക്ക് ആ കിളവൻ പണിക്കരെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇന്നീ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഇത്രയും നാളും നിങ്ങൾ കളിച്ച എല്ലാ കളിയും ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതെന്ത് തറവാട്ടമ്മേ? നാടിൻ്റെയും വീടിൻ്റെയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ എത്ര പൂജയും വഴിപാടും വ്രതങ്ങളും ഇവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ ആരെങ്കിലും അതിൽ നിന്ന് പിന്മാറിയ നിങ്ങളുടെ ഈ മകൾ എന്തൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് ഇപ്പോഴും ഞങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ട്. അതെ, ഇപ്പൊ സ്വന്തം കാര്യം വന്നപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ തറവാട്ടമ്മേ? നാട്ടുകാർക്കിടയിൽ നിന്ന് 2-3 സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഗ്രാൻഡ്മയ്ക്ക് നേരെ ചോദ്യം ഉയർത്തിയതും അവർ ഒന്നും മിണ്ടാതെ ആഷത്തള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, ആഷേ, എനിക്ക് നിന്റെ ന്യായം പറച്ചിലൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് ദേവിക്ക് നേരെ ആരതി ഒഴിയാൻ നോക്ക്. അമ്മേ, വേണ്ടമ്മേ, എനിക്ക് പേടിയാ, കൈക്ക് പൊള്ളു അമ്മേ. പണിക്കരെ, ആ കർപ്പൂരം അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്ക്. അമ്മേ, എനിക്ക് പറ്റില്ല അമ്മേ, എനിക്ക് പേടിയാ. വല്യേട്ട, കൊച്ചേട്ട, ആരെങ്കിലും ഒന്ന് ഇത് വേണ്ടെന്ന് പറ.
അവർ പലരുടെയും കാല് പിടിച്ചിട്ടൊരു പ്രയോജനമില്ലായിരുന്നു. ഗ്രാൻമയും അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകളും ചേർന്ന് ബലം പ്രയോഗിച്ച് അവരുടെ കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് കർപ്പൂരം വെച്ചുകൊടുത്തു. അത് കത്തിക്കുകയും ചെയ്തു. പണിക്കൊരു ദേവി ശ്ലോകം പറഞ്ഞു കൊടുത്തിട്ട് അത് 500 പ്രാവശ്യം ഉരുവിടാൻ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ ആശത്തള്ളക്ക് അയാൾ പറഞ്ഞതനുസരിക്കേണ്ടി വന്നു. ആരതി ഒഴിയുന്നതിനനുസരിച്ച് അവർ കരയുന്നുണ്ടായിരുന്നു. അവരുടെ ആ കരച്ചിൽ കാണുമ്പോൾ എന്തോ ഒരു മനസുഖം. ഇതുപോലെയായിരിക്കില്ലേ ഇവരെൻ്റെ വാവയെയും കരയിപ്പിച്ചത്. പെട്ടെന്ന് കൈയിലെ വേദന സഹിക്കാതെ വന്നപ്പോൾ അവർ കൈയിലെ കർപ്പൂരം തട്ടിക്കളഞ്ഞ് കൈ കുടഞ്ഞു. ആശേ, അമ്മേ, എനിക്ക് ശരിക്കും കൈ വേദനിച്ചിട്ടാ. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു കലത്തിൽ വെച്ചിരുന്ന വെള്ളമെടുത്ത് കയ്യിലൊഴിച്ചു. വട്ട് തള്ള. അവർ കൈയെല്ലാം മോദിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം നാട്ടുകാരെല്ലാം പ്രശ്നവുമായി രംഗത്തെത്തി. തറവാട്ടമ്മേ, ഇതിപ്പോൾ നിങ്ങളുടെ മകൾ ദേവിയെ അപമാനിച്ചതിന് തുല്യമാണ്. അതെ അതെ, ഇത് ഇങ്ങനെ വിട്ട് ശരിയാവില്ല. ഗ്രാൻമ എല്ലാവരുടെയും മുൻപിൽ നാണം കിടുന്ന അവസ്ഥയിലെത്തി. ഞാനതെല്ലാം ഒരു ചിരിയോടെ നോക്കി നിന്നു. ആദി, ഇന്നിവിടെ ഒരു കൊല നടക്കും. ഞാനും അതിനു വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഗ്രാൻമ ജോത്സ്യൻ്റെ അടുത്തേക്ക് നീങ്ങി. പണിക്കരെ, എൻ്റെ മകൾ ഇന്ന് ദേവിയെ കോപിച്ചിരിക്കുകയാണ്. അതിന് പരിഹാരമായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെറ്റ് ചെയ്തത് ആരാണോ അവരാണ് പ്രായശ്ചിത്യം ചെയ്യേണ്ടത്. പിന്നെ അത് താൻ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. താൻ പറയുന്നതൊക്കെ എൻ്റെ പട്ടി ചെയ്യും. ആശേ, നീ എന്തൊക്കെ വിളിച്ചു പോകുന്ന വല്ല ബോധമുണ്ടോ? പണിക്കരെ, നിങ്ങൾ ഇവൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഇതിന് പരിഹാരമായി എന്ത് ചെയ്യണമെന്നങ്ങ് പറഞ്ഞാൽ മതി, ഇവൾ ചെയ്തോളും. അമ്മേ, നീ ഇനി അക്ഷരം മിണ്ടിപ്പോകരുത്. പണിക്കരെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും. 100 പ്രാവശ്യം തെക്ക് ഭാഗത്തായി ശയന പ്രദക്ഷിണം ചെയ്യണം. അയാൾ പറഞ്ഞത് കേട്ടതും ആശത്തള്ളയുടെ കണ്ണിപ്പോ തറയിലോട്ട് വീഴുമെന്ന സ്ഥിതിയിലായി. ഞാനും അശ്വിനും അവരുടെ ഭാവം കണ്ട് എങ്ങനെയൊക്കെയോ ചിരി കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചിരിക്കുകയാണ്. അവൾ ചെയ്തോളും. ഇല്ല, ഞാൻ ചെയ്യില്ല. ആഷേ, നീ ഇപ്പോൾ തന്നെ ദേവിയെ കോപപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും നീ ഓരോന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് നമ്മളോടുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കരുത്. ഏട്ടന് ഇത്ര നിർബന്ധമാണെങ്കിൽ തന്നെ അങ്ങ് പോയി ചെയ്താൽ പോരെ. അതിന് വലിയേട്ടനല്ല ദേവിയെ അപമാനിച്ചത്, നീയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. പണിക്കരെ, നിങ്ങൾ ഇവളുടെ വാക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞതാ. നിങ്ങൾ എപ്പോഴാണ് സമയമെന്ന് പറഞ്ഞാൽ മതി. ദേവിയെ കോപപ്പെടുത്തിയതിന് ഇവൾ 100 പ്രാവശ്യം തെക്കുഭാഗത്തായി ശയന പ്രദക്ഷിണം നടത്തിയിരിക്കും. ഇത് തറവാട്ടമ്മയുടെ വാക്കാണ്. എങ്കിൽ ശരി, ഇപ്പോൾ തന്നെ തുടങ്ങാം. എവിടെ കള്ളപ്പണിക്കരെ, താൻ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്കിട്ട് പണിയുന്നടൂ. അത് പറഞ്ഞ ആശത്തള്ള ജോത്സ്യൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. പിന്നെ എല്ലാവരും ചേർന്ന് അവരെ പിടിച്ചു മാറ്റി. ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? നാട്ടുകാരിലെ ഒരു മുതിർന്ന സ്ത്രീ മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു. ആശത്തള്ളയും പണിക്കരും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. തറവാട്ടിലുള്ള മിക്കെണ്ണത്തിൻ്റെ മുഖത്തും ഇതേ സംശയം തന്നെയാണ്. ഞാൻ അശ്വിനെ നോക്കി. ഇനി ഞങ്ങളുടെ എൻട്രിക്കുള്ള സമയമാണ്. നാട്ടുകാരെല്ലാം മുന്നോട്ട് കടന്നു വന്ന് ഓരോ ചോദ്യക്ഷരങ്ങൾ കൊണ്ട് അവരെ മൂടിയതും ഞാനും അശ്വിനും രംഗത്തിറങ്ങി. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ പറയാം. അശ്വിൻ അത് പറഞ്ഞു കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ശ്രദ്ധ ഞങ്ങളിലായി. അശ്വിൻ എന്നെ കണ്ടു കാണിച്ചതും ഞാൻ മുന്നോട്ട് കയറി നിന്നു. ഇക്കണ്ട വർഷങ്ങളിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെയും മക്കളുടെയും നാടിൻ്റെയും വീടിൻ്റെയും നന്മയ്ക്കെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച വ്രതം, വഴിപാട്, പൂജകളെല്ലാം വെറും നേരം പോക്ക് മാത്രമാണ്. ആദി, നീ എന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്നത്? നിനക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഞാനൊന്നും പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്, അതും തെളിവോടെ. ഗ്രാൻമയിൽ നിന്ന് നോട്ടമാ കിളവൻ പണിക്കരുടെ നേർക്ക് തിരിച്ചു. അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നാട്ടുകാരുടെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ഇയാൾ നിങ്ങളെല്ലാവരെയും ചതിക്കുകയായിരുന്നു, അതും പൈസയ്ക്ക് വേണ്ടി. ഇയാൾ ജോത്സ്യനാണെങ്കിലും തിന്മയ്ക്ക് വേണ്ടിയാണ് ഇയാളുടെ ജോലി പോലും ദുരുപയോഗിച്ചത്. ഞാൻ അവരോട് പറയുന്നതിനിടയ്ക്ക് ആശത്തള്ളയെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവർ വെപ്രാളത്തോടെ സാരിയുടെ തുമ്പുകൊണ്ട് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പൊക്കെ തുടക്കുമായിരുന്നു. മോനി പറഞ്ഞതൊക്കെ സത്യമാണോ? ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ ഇയാൾ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്തത്? നാട്ടുകാർ വീണ്ടും അവരെ ഉള്ളിലെ സംശയങ്ങൾ പുറത്തെടുത്തു. ഇയാൾക്ക് പൈസ തന്നെയായിരുന്നു മുഖ്യം. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളുടെ എല്ലാം വിശ്വാസത്തെ ഇയാൾ ഉപയോഗിച്ചത്, അതും ഒരാളുടെ നിർദ്ദേശപ്രകാരം. ആരാ മോനെ അത്? പലരും അതാരാണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവരിൽ കുറച്ചാളുകളുടെ നോട്ടം ആശത്തള്ളയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. വേറെ ആര്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചു മുൻപ് തന്നെ അയാൾ അറിയാതെയാണെങ്കിൽ പോലും അവരുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നതാണ്. എല്ലാവരുടെയും നോട്ടം ആശത്തള്ളയുടെ നേർക്ക് പാഞ്ഞു.
ഇനി മനസ്സിലാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ നിൽക്കുന്ന നിങ്ങളുടെയെല്ലാം തറവാട്ടമ്മയുടെ പുന്നാര സന്തതി ആശ. ഇല്ല, എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല. അത് നിങ്ങൾക്ക് മകളോടുള്ള വിശ്വാസം. എന്നാൽ ഞാൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. അവരിൽ നിന്ന് മുഖം തിരിച്ച് ഞാൻ ചുറ്റുമുള്ളവരിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അതിനുള്ള തെളിവ് ഞാൻ തന്നെ തരാം. അശ്വിൻ. ഞാൻ അശ്വിനെ വിളിച്ചതും അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്തു. എന്നെ ഇനി തല്ലല്ലേ, എല്ലാം ആശ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതിനനുസരിച്ച് അവരെനിക്ക് പൈസയും തരാറുണ്ട്. ആശയ്ക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൂജയോ വഴിപാടോ വ്രതമെന്നൊക്കെ പറഞ്ഞാണ് ആശ ആ ദേഷ്യമൊക്കെ തീർത്തിരുന്നത്. തറവാട്ടമ്മയോടുള്ള വിശ്വാസം കൊണ്ട് നാട്ടുകാരുടെയും തിരിച്ചു പറയില്ലെന്ന വിശ്വാസം ആശ മുതലെടുത്തു. പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആശ പറഞ്ഞതെല്ലാം ചെയ്തത്. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ. അത്രയും പറഞ്ഞ് വീഡിയോ അവസാനിച്ചു. ഇന്നലെ തന്നെ ഈ കിളവിനിട്ട് 2 കൊടുത്തപ്പോൾ അയാളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു. അതൊക്കെ അപ്പോൾ തന്നെ അശ്വിൻ വീഡിയോയിൽ പകർത്തി. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും കലിയോടെ ആശത്തള്ളയെ നോക്കുന്നതാണ് കണ്ടത്. ഗ്രാൻഡ്മയെല്ലാം കണ്ടും കേട്ടും തളർന്ന് വല്യച്ഛൻ്റെ നെഞ്ചിൽ ചാരി നിന്നു. ആശത്തള്ള കണ്ണടച്ച് തലയും താഴ്ത്തി നിൽക്കുക. ജോത്സ്യനെ പിടിച്ച് ഒന്നുകൂടെ അവരുടെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ഇനി നിങ്ങളാണ് ഇവൾക്കുള്ള ശിക്ഷ തീരുമാനിക്കേണ്ടത്. നിങ്ങളെല്ലാം ഇവരുടെ ദോഷത്തിന് പകയ്ക്കും കരുവാക്കിയതല്ലേ. ആശത്തള്ള ദയനീയമായി ഗ്രാൻഡ്മയെയും വലിയച്ഛനെയും കൊച്ചച്ഛനെയും നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ തനിക്ക് വേണ്ടി ഒരിറ്റു ദയ പോലുമില്ലെന്ന് മനസ്സിലാക്കിയ അവർ കണ്ണ് നിറച്ച് തലതാഴ്ത്തി നിന്നു. എത്രയും പെട്ടെന്ന് ഇവരെ പോലീസിൽ ഏൽപ്പിക്കണം. അതെ, അതാണ് നല്ലത്. വേണ്ട, നമുക്ക് തന്നെ ഇവർക്കുള്ള ശിക്ഷ നൽകാം. അത് ശരിയാ. പോലീസ് ഇവരെ കൊണ്ടുപോയാൽ 2-3 ദിവസം കഴിഞ്ഞ് ഇവരാരെങ്കിലും ജാമ്യത്തിലെടുക്കും. നമ്മൾ തന്നെ ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ നടപ്പിലാക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാളെ ഒരാളും ഇവരെ പോലെ നമ്മളെയോ സാധാരണക്കാരെ ഇതുപോലെ ഒരു ചതി ചെയ്യാൻ മുതിരരുത്. അതിനു മുൻപ് ഞങ്ങൾ തറവാട്ടമ്മയുടെ ചിലത് ചോദിക്കാനുണ്ട്. തറവാട്ടമ്മേ, നിങ്ങൾക്കിനി ഒന്നും പറയാനില്ലേ? ആർക്കറിയാം, ഇനി നിങ്ങളും മകളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ പൊട്ടന്മാരെ ആക്കുകയായിരുന്നു എന്ന്. അവിടെയുള്ള ഓരോരുത്തരും അവരുടെ ഓരോ അഭിപ്രായങ്ങൾ നിരത്തി. അവസാനം ഗ്രാൻഡ്മയും ഇതിൽ പങ്കാളിയാണോ എന്ന് അവരിൽ ചെറുതായൊരു സംശയം പടർത്തി. എല്ലാം കൂടെ കേട്ട് ഗ്രാൻഡ്മ പെട്ടെന്ന് തന്നെ കരച്ചിലോടെ വല്യച്ഛൻ്റെ കൈകളിൽ നിന്ന് നിലത്തേക്ക് ഊർന്നിറങ്ങി. ഗ്രാൻഡ്മ വേഗം കണ്ണു തുടച്ച് ആശത്തള്ളയെ നോക്കിയിട്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് നാട്ടുകാരിലേക്ക് ശ്രദ്ധ തിരിച്ചു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവരുടെ വാക്ക് കേട്ട് ഇക്കണ്ട വർഷമെല്ലാം വെടിക്കപ്പെടുകയാണെന്ന് ഇപ്പോഴാണ് ഞാനും തിരിച്ചറിയുന്നത്. എൻ്റെ ഭർത്താവ് മരണക്കിടക്കയിൽ കിടന്നപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമായിരുന്നു, ഇവളെ പൊന്നുപോലെ നോക്കണമെന്ന്. ഇവൾ ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്യുമ്പോഴും ഞാനത് ഇവളുടെ കുറുമ്പുകൾ മാത്രമാണ് കണ്ടത്. എൻ്റെ അമിതമായ ലാളന കാരണമാണ് ഇവൾ ഇന്നിപ്പോൾ തിരിച്ചു കൊത്തിയത്. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ വിശ്വാസത്തെയാണ് ഇവൾ ദുരുപയോഗിച്ചത്. ഇവൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഞാനൊരു കാരണം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിക്കാം, ഞാൻ തടയില്ല. മിഴികളടച്ച് കൈകൂപ്പി നാട്ടുകാരോട് ക്ഷമയാചിക്കുന്ന അവരെ കണ്ടപ്പോൾ എന്തോ പാവം തോന്നി. പുരുഷ പ്രജകളെല്ലാം ചേർന്ന് ആ കിളവൻ പണിക്കരെ തല്ലിയൊരു വഴിയാക്കി. കൂടെയുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം ചേർന്ന് ആശത്തള്ളയെ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ട് അവിടെ മുഖം മുഴുവൻ കരിവാരി തേച്ചു. അതിനിടയിലും അവർ ഗ്രാൻഡ്മയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്രാൻഡ്മ അതൊന്നും കാണാനുള്ള ശേഷിയില്ലാത്തതിനാൽ വലിയച്ഛനും കൊച്ചച്ഛനും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഗ്രാൻഡ്മയെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. ആശത്തള്ളയെ സ്ത്രീകളെല്ലാം ചേർന്ന് തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോയി ശയന പ്രദക്ഷിണം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് നിങ്ങൾ ഇന്ന് അതേ വേദന അനുഭവിക്കാൻ പോവുകയാണ്. ഞാനൊരു പുച്ഛത്തോടെ അതൊക്കെ കണ്ട് തിരിഞ്ഞതും അശ്വിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ചൈത്രയെയാണ് കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മയല്ലേ, പാവം. എന്നാലും ഇവൾ ആ ദുഷ്ട തള്ളയുടെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ഞാനും അവളെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ കരച്ചിലോടെ കരച്ചിലായിരുന്നു. അവളെയും കൊണ്ട് തറവാട്ടിലേക്ക് പോകാൻ നോക്കിയെങ്കിലും അവൾ അമ്മയെയും കൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അശ്വിനെയും കൂടെ നിർത്തി തറവാട്ടിലേക്ക് പോയി.